ശരി, ഷംന അശോകാണ് വിവരങ്ങൾ നൽകിയത്. ക്രിമിനൽ കേസിലെ പ്രതി തോക്കുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിൽ പ്രവേശിച്ചു. കല്ലമ്പലം സ്വദേശി സതീഷ് സാവണാണ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ തോക്കുമായി എത്തിയത്. സുരക്ഷാ ജീവനക്കാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, അവിടെ എന്താണ് ഉണ്ടായത്? ഇയാൾ തോക്കുമായി ആശുപത്രിയിലേക്ക് എത്താനുള്ള കാരണം വ്യക്തമാണോ? പിടികൂടിയിട്ടുണ്ടോ ഇയാളെ? അമൃത, ഇന്ന് വൈകിട്ട് 4:00 കൂടിയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള കല്ലമ്പലം സ്വദേശി സതീഷ് സാവൺ തോക്കുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന തന്റെ സുഹൃത്തിനെ കാണാൻ എന്നുള്ള വ്യാജേനയാണ് ഈ പ്രതി തോക്കുമായി ഇവിടെ എത്തിയതെന്നാണ് സുരക്ഷാ ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത്. ഇയാൾ ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചപ്പോൾ സുരക്ഷാ ജീവനക്കാർ ആദ്യം ഇയാളെ തടഞ്ഞു. തൊട്ടു പിന്നാലെ ഇയാൾ കയ്യിലിടുന്ന തോക്ക് എടുത്ത് സുരക്ഷാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഉടനെ സുരക്ഷാ ജീവനക്കാർ കൂടുതലായി വന്ന ഇയാളെ പിടികൂടിയെങ്കിലും ഇയാൾ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുവന്ന തോക്ക് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പക്കലുണ്ട്. ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഡ്യൂട്ടി ഡോക്ടർ സർജൻ പ്രവീൺ രവി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇയാൾ കല്ലമ്പലത്ത് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ തോക്കുമായി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് തോക്കുമായി എത്തിയത്. ഇയാൾ എന്തിനാണ് തോക്കുമായിട്ട് ആശുപത്രിയിൽ എത്തിയതെന്നുള്ള വിവരം ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ്. അമൃത. ശരി ഷിജു.